നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് താരം ആരാണ്? അതായത് ഈ സീസൺ 6-ൽ ആര് ജയിക്കുമെന്നാണ് ഇപ്പൊ ഏകദേശം അവസാന റൗണ്ടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അവസാന വീക്കുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആര് ജയിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും അറിയിക്കാം. ഏറ്റവും കൂടുതൽ ആര് ജയിക്കുമെന്നാണ് നമുക്കൊന്ന് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റുകളായിട്ടും അല്ലെങ്കിൽ അതിനെതിരെയുള്ള ലൈക്കുകളായിട്ടും ഒക്കെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം ബിഗ് ബോസ് സീസൺ 6 ആരോട് കൂടെ പോകും, അല്ലെങ്കിൽ ആര് ആ കപ്പ് ഉയർത്തുമെന്ന്. ബിഗ് ബോസിന്റെ അവതാരക രംഗത്തിൽ നിന്നും നമ്മുടെ ലാലേട്ടൻ, നമ്മുടെ മോഹൻലാൽ പുറത്തേക്ക്, അത് അദ്ദേഹത്തിന്റെ തീരുമാനമാണോ, അല്ലെങ്കിൽ ഇത് അടുത്തൊരു സീസണിലേക്ക് പുതിയ ആങ്കറെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണോ എന്നുള്ള കാര്യത്തിലെ കുറിച്ചാണ് നമ്മൾ ഇന്നൊരു വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം ബിഗ് ബോസിന്റെ തുടക്കം മുതൽ, അതായത് ഇപ്പൊ 6 സീസണുകളിലായിട്ട് മോഹൻലാൽ, അതായത് നമ്മുടെ ലാലേട്ടൻ തന്നെയാണ് ബിഗ് ബോസിന്റെ ആങ്കറായിട്ട് വളരെയധികം തന്നെ നർമ്മ രീതിയിലും അല്ലെങ്കിൽ തന്നെ അവരെ കണ്ടസ്റ്റന്റുകളെ ചൊടിപ്പിക്കുന്ന രീതിയിലെല്ലാം തന്നെ പെർഫോം ചെയ്യുന്ന ലാലേട്ടന് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബിഗ് ബോസിന്റെ പ്രൊഡക്ഷൻ ടീം അടുത്തൊരു ആളെ അന്വേഷിക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നതാണ് അറിയാൻ പറ്റുന്ന സാഹചര്യം എന്ന് പറയുന്നത്. അതായത് ബിഗ് ബോസിന്റെ 6ാം സീസണിലും വളരെയധികം തന്നെ സീസൺ അവസാന ഘട്ടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ സാധിക്കുന്നതെന്ന് പറയുന്ന ബിഗ് ബോസിന്റെ 6ാമത്തെ സീസണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സീസൺ എന്ന് പറയുന്നത്. അതിൽ ലാലേട്ടനെ ഇതിൽ നിന്നും പിന്നോട്ട് പോകാനായിട്ട് പ്രേരിപ്പിച്ച ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, മറ്റ് 5 സീസണുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ബിഗ് ബോസ് സീസൺ 6 ആണ് ഏറ്റവും നിലവാരം കുറഞ്ഞ, അല്ലെങ്കിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള സീസൺ എന്ന് പറയുന്നത്. അതിലെ കണ്ടസ്റ്റന്റുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു ബിഗ് ബോസിനെ കുറിച്ചായിക്കോട്ടെ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം തന്നെ മോശം രീതിയിലാണ്. നമുക്ക് 5 സീസണുകളിലെ കണ്ടസ്റ്റന്റുകളായിക്കോട്ടെ, അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തവരായിക്കോട്ടെ, അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടിരുന്ന ജനങ്ങളായിക്കോട്ടെ, എല്ലാവരും ഒരേപോലെ വിലയിരുത്തുന്നു ഏറ്റവും മോശം ആയിട്ടുള്ള ബിഗ് ബോസ് സീസണാണ് ഈ ഒരു സീസൺ എന്ന് പറയുന്നത്. അതിൽ ലാലേട്ടന് വളരെയധികം തന്നെ ഖേദമുണ്ട്. കാരണം വളരെയധികം തന്നെ ഹൈ പെയ്ഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് വാങ്ങിയാണ് ലാലേട്ടൻ ഈ ഒരു ഷോയിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനോട് നീതി പുലർത്തുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായി വേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ അത്രയധികം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരു ജനതയ്ക്ക്, അല്ലെങ്കിൽ അദ്ദേഹം ഈ കാണിക്കുന്ന അല്ലെങ്കിൽ ചേർന്ന് പോകുന്ന കാര്യത്തിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ആദ്യ സീസണുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ 1, 2, 3 അല്ലെങ്കിൽ 5 വരെ നോക്കുകയാണെങ്കിൽ വളരെയധികം തന്നെ പ്രേക്ഷക സാന്നിധ്യം ഉണ്ടായിരുന്ന ഒരു ഷോ തന്നെയായിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്നത്. അത് സീസൺ 6ലേക്ക് കടന്നപ്പോൾ വളരെയധികം തന്നെ തുടക്കത്തിൽ തന്നെ വളരെയധികം തന്നെ മോശം പ്രകടനമായിരുന്നു. നമ്മുടെ ഗബ്രി ജാസ്മിന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ ഇവിടെ എടുത്തു പറയുന്നില്ല. ഒരു മോശം തുടക്കം, അല്ലെങ്കിൽ കണ്ടസ്റ്റന്റുകളുടെ ഒരു ഗെയിമിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. തീർച്ചയായിട്ടും വളരെ വൾഗറായിട്ട്, അല്ലെങ്കിൽ ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് രീതിയിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഈ ഒരു ബിഗ് ബോസ് സീസൺ തുടങ്ങിയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ 85 ദിവസങ്ങളിൽ മേലെ കഴിഞ്ഞിരിക്കുമ്പോൾ ഈ ഒരു ബിഗ് ബോസ് സീസണിൽ നിന്നും ലാലേട്ടൻ തന്നെ പിന്നോട്ട് പോവുകയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം ഒന്നേ ഒന്നുള്ളൂ, അദ്ദേഹത്തിന് ഈ ഒരു ഷോയോടുള്ള നീതി, അല്ലെങ്കിൽ അദ്ദേഹം വാങ്ങുന്ന ഒരു കാശിനോടുള്ള ഒരു നീതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കേരള ജനതയോടുള്ള നീതി എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. അദ്ദേഹത്തിന് അത് ഒട്ടും പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനോട് ഒട്ടും ചേർന്ന് പോകാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യത്തിൽ വെച്ചാണ് അദ്ദേഹം ഈ ഒരു ഷോയിൽ നിന്ന് പിൻവാങ്ങാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഈ ഒരു അദ്ദേഹത്തിന്റെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനിവിടെ കാർഡ് ആഡ് ചെയ്യാവുന്നതാണ്. ബിഗ് ബോസ് ഹോസ്റ്റ് അല്ലെങ്കിൽ ആങ്കർ ആയിട്ട് ചെയ്യുന്നവരുടെ സാലറിയും കാര്യങ്ങളൊക്കെ നമ്മൾ വലിയ, നിങ്ങളെ അമ്പരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സാലറി ആണ് മോഹൻലാലും അല്ലെങ്കിൽ മറ്റ് ആങ്കേഴ്സ് എല്ലാം വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഷോയോടുള്ള നീതി എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ചൊന്നും കുറച്ച് കാര്യങ്ങളൊന്നും പോകുന്നില്ല. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7-ൽ അടുത്ത ഓഡീഷനും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ, ഇപ്പൊ സീസൺ കഴിഞ്ഞ ഒരു കുറച്ച് നാളുകൾ തന്നെ ഓഡീഷനും കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ആരംഭിക്കുമ്പോൾ ആരായിരിക്കും പുതിയ ആങ്കർ എന്ന് പറയുന്നത് ഒട്ടുമിക്ക പേരുടെയും മനസ്സിൽ കടന്നു പോകുന്ന ഒരു കാര്യമാണ്. ഒരു ബിഗ് ബോസ് സീസണിന്റെ ഒരു ആങ്കർ ആവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? അപ്പോൾ നമുക്ക് ഈ ഒരു ബിഗ് ബോസ് സീസണിലെ ഏതൊക്കെ ഭാഷയായിക്കോട്ടെ അതിലുള്ള ബിഗ് ബോസിലുള്ള എല്ലാ ആങ്കേഴ്സിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും മനസ്സിലാക്കാവുന്ന കാര്യം എന്ന് പറയുന്നത് അവരുടെ ഒരു മെച്യൂരിറ്റിയാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ. അത് ഹിന്ദിയിലാണെങ്കിൽ സൽമാൻ ഖാൻ, തമിഴിലാണെങ്കിൽ കമൽഹാസൻ, തെലുങ്കിലാണെങ്കിൽ നാഗാർജുന,
കന്നഡത്തിലാണെങ്കിൽ കിച്ച സുദീപ്, ഇപ്പോൾ നമ്മുടെ മോഹൻലാൽ മലയാളത്തിൽ, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു മെച്യൂരിറ്റി ഉള്ള ഒരു നടനായിരിക്കും ഇതിലെ ആങ്കറായിട്ട് വരാൻ പോകുന്നത്. ആ ഒരു കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ മുൻപിലേക്ക് കാണിക്കുന്ന 3 അല്ലെങ്കിൽ 4 പേരുടെ ഒരു ലിസ്റ്റ്, അല്ലെങ്കിൽ 5 പേരുടെ ഒരു ലിസ്റ്റാണ് നമുക്ക് ഈ ഒരു ഇതിലേക്ക് മുമ്പോട്ട് വരുന്നത്. ഒന്ന് നമ്മുടെ സുരേഷ് ഗോപി. ഇപ്പൊ നമുക്കറിയാം ഈ ഒരു ഇലക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സുരേഷ് ഗോപി വളരെയധികം തന്നെ ജയിക്കാൻ പോകുന്ന ഒരു സമയത്തിൽ അദ്ദേഹത്തിന് മുൻപ് അഭിനയിച്ചിട്ടുള്ള അല്ലെങ്കിൽ മുൻപ് നടത്തിയിട്ടുള്ള റിയാലിറ്റി ഷോകളിലൊക്കെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ കേരള ജനതയോടുള്ള അദ്ദേഹത്തിന്റെ ഒരു എങ്ങനെ ഇഴുകിച്ചേർന്ന് പോകാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഷോ നടത്താമെന്നുള്ള അദ്ദേഹത്തിന്റെ കഴിവൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന് ഈ ഒരു ലിസ്റ്റിൽ ആദ്യം തന്നെ കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിനെ ബിഗ് ബോസ് സീസണിന്റെ 7 സീസണിലേക്ക് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ മമ്മൂട്ടിയെ ഉൾപ്പെടുത്താത്തുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്കൊരു വ്യക്തത ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വ്യക്തത ഇല്ലാത്തവർക്കായിട്ട് ഞാനൊരു കാര്യം പറയാം. അതായത് ബിഗ് ബോസ് സീസൺ 6ന്റെ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മോഹൻലാലിനെ അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടനെ സമീപിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു ബിഗ് ബോസ് സംഘം ആദ്യം സമീപിച്ചിരുന്നത് നമ്മുടെ മമ്മൂക്കയെ തന്നെയായിരുന്നു. മമ്മൂക്കയുടെ താല്പര്യമില്ലായ്മ, അല്ലെങ്കിൽ മമ്മൂക്കയൊക്കെ റിയാലിറ്റി ഷോയിൽ ആങ്കർ ആവാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ കൊണ്ട് മാത്രമാണ് നമ്മുടെ ലാലേട്ടനെ തേടി ഒരു അവസരം വന്നത്. അത് അദ്ദേഹം നന്നായിട്ട് തന്നെ 6 സീസണുകളായിട്ട് ഉപയോഗിച്ചു എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ ഒരു അടുത്ത സീസണിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും മമ്മൂട്ടിയെ വീണ്ടും ഇതിലേക്ക് അന്വേഷിക്കില്ല എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹം അതിനോട് തീരെ താല്പര്യമില്ല എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം തന്നെ ഇന്റർവ്യൂകളിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അടുത്തൊരു സീസണിലേക്ക് നോക്കുമ്പോൾ സുരേഷ് ഗോപിയുണ്ട്, കൂടാതെ തന്നെ മുകേഷ് ഈ ഒരു സ്ഥാനത്ത് മുമ്പോട്ട് വരുന്നുണ്ട്. കൂടാതെ തന്നെ അടുത്തൊരു ഇതെന്ന് പറയുന്നത് ദിലീപിനും വളരെയധികം തന്നെ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് ബിഗ് ബോസിലെ അടുത്തൊരു സീസണിലേക്കുള്ള ആങ്കർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ കുഞ്ചാക്കോ ബോബൻ, പിന്നെ കൂടാതെ തന്നെ നമ്മുടെ പൃഥ്വിരാജ്, എന്നീ 5 പേരാണ് ഈ ഒരു അടുത്ത ഒരു ലിസ്റ്റിലേക്ക് തന്നെ മുൻപോട്ട് വരുന്നത്. ഇതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ആര് വന്നാലായിരിക്കും ഏറ്റവും കൂടുതൽ മുൻപോട്ട് പോയി അല്ലെങ്കിൽ ഒരു ഷോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുമെന്ന് തോന്നുന്നുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു ബിഗ് ബോസ് സീസൺ കൊണ്ടുപോകാൻ സുരേഷ് ഗോപിക്കോ അല്ലെങ്കിൽ നമ്മുടെ ദിലീപ് ഏട്ടനൊക്കെ സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ ആ ഒരു നർമ്മം കലർത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും, അല്ലെങ്കിൽ അവർക്ക് കണ്ടസ്റ്റിനോടുള്ള ഇഴുകി ചേർന്ന് പോകാനുള്ള ഒരു ഇതും കാര്യങ്ങളൊക്കെ തന്നെ അവർ ഈ ഒരു കാര്യത്തിൽ വളരെയധികം തന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കൂടാതെ തന്നെ ഈ ഒരു കാര്യത്തിൽ അവർക്ക് എത്ര ശമ്പളമാണ് ലഭിക്കാൻ പോകുന്നത്, ഇപ്പോൾ ഏകദേശം 21 കോടിയോളം രൂപ ആണ് ഈ ഒരു സീസണിൽ വേണ്ടിയിട്ട് മോഹൻലാൽ ലാലേട്ടൻ ഈ ഒരു അവസാനത്തെ സീസണിൽ വാങ്ങിയിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ നോർമലായിട്ട് അദ്ദേഹത്തിന് ഒരു സിനിമയിൽ ഏകദേശം 5 കോടിയിൽ നിന്നും അല്ലെങ്കിൽ 20 കോടി വരെയൊക്കെ അദ്ദേഹത്തിന്റെ ശമ്പളം പോകാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അത്രയധികം തന്നെ ഈ ഒരു സാലറി ലഭിക്കുന്നത്. ഈ ഒരു നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റന്റുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാക്സിമം ഒരു 5-6 കോടിയുടെ ഉള്ളിൽ അവരുടെ ഒരു സീസണിലുള്ള, അല്ലെങ്കിൽ 100 എപ്പിസോഡിൽ അവർ വരുന്ന ഒരു സീസണിൽ 15ഓളം എപ്പിസോഡുകളിൽ അവർക്ക് ഈ ഒരു മാക്സിമം ഒരു 6 കോടിയിൽ മേലെ പോകാതെ മാത്രമായിരിക്കും അവർക്ക് ശമ്പളം ലഭിക്കാൻ സാധിക്കുകയുള്ളത്. എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ മോഹൻലാൽ ഉടനെ തന്നെ ഒരു പ്രസ്താവന വരുന്നതായിരിക്കും. കൂടാതെ തന്നെ ലാലേട്ടന് ഈ ഒരു ഇതിനോടുള്ള ഒരിക്കലും അദ്ദേഹം തുടക്കം മുതൽ തന്നെ ഈ ഒരു ഷോയോടുള്ള വിമർശനം കാര്യങ്ങളോ ഒന്നും തന്നെ അദ്ദേഹം പ്രതികരിച്ചിരുന്നില്ല. അത് തന്നെ അദ്ദേഹത്തിന്റെ മൗനം സമ്മതമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കാര്യത്തിൽ. ഒട്ടും അതിനോട് ചേർന്ന് പോകാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു സീസണിൽ പകുതി വെച്ച് നിർത്തി പോകാൻ പറ്റാത്തൊരു കാര്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഈ ഒരു സീസണിൽ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ മാത്രം ഇനി ഒരു സീസണിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതേ നിലവാരത്തിലാണ്, അല്ലെങ്കിൽ അഖിൽ മാരാർ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് തെളിയുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഫിക്സഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു മാച്ച് ഫിക്സിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റിന് ജയിക്കുമെന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ തീർച്ചയായിട്ടും ഇനി ഒരു സീസണിൽ തുടർന്ന് പോവുകയാണെങ്കിൽ അത് ലാലേട്ടന്റെ കരിയർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കരിയറിൽ എല്ലാം സാധിച്ചുള്ള മനുഷ്യനാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിലൊക്കെ ഇപ്പോഴും അദ്ദേഹം ഒരു ലാലേട്ടൻ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ ആണ്, അല്ലെങ്കിൽ ഒരു മെഗാ സ്റ്റാർ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് മുമ്പോട്ട് പോകാൻ, ഈ ഒരു ഷോയോട് ചേർന്ന് പോകാൻ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ട് കാണും. അതൊക്കെ തന്നെ ആയിരിക്കും അദ്ദേഹത്തിന് ഈ ഒരു കാര്യത്തിൽ വീണ്ടും ചിന്തിപ്പിക്കുന്നതും പിന്നെ മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ സീസൺ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇതിനോട് കരാറ് പുതുക്കാൻ താല്പര്യമില്ലായ്മ കാണിക്കുന്നതിന്റെ ഏറ്റവും വലിയ കാര്യവും ഇത് തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ മുൻപോട്ട് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമ്മൾ ഈ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള കൂടുതൽ അഭിപ്രായങ്ങളും കാര്യങ്ങളും, അല്ലെങ്കിൽ കൂടുതൽ മുൻപോട്ട് വരുന്ന റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് വേണ്ടി അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ അറിയിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഒരുപാട് പേര് ബിഗ് ബോസിന്റെ ഫാൻ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ബിഗ് ബോസ് കണ്ടിന്യൂസ്
കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുന്നവരുണ്ട്, എപ്പിസോഡുകൾ വാച്ച് ചെയ്യുന്നവരുണ്ട്, 24/7 വാച്ച് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും ഈ ഒരു ബിഗ് ബോസ് സീസൺ 6 വിജയായിട്ട് വരുന്നതെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. നോക്കാം നമുക്ക് ആർക്കാണ് ഏറ്റവും കൂടുതൽ കമന്റുകൾ വരുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.